ഇൻഡസ്ട്രിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡേറ്റിംഗ് റൂമേഴ്സിൽ ഒന്നാണ് കിം തയോങ് ആൻഡ് ജെനിയുടെ ഡേറ്റിംഗ് റൂമർ. ഇനി ഇതിന്റെ മെയിൻ റീസൺ ഈ രണ്ട് താരങ്ങളുടെയും പോപ്പുലാരിറ്റി തന്നെയാണ്. ഒരാൾ സൗത്ത് കൊറിയയിലെ ബിഗ്ഗസ്റ്റ് ബോയ് ബാൻഡിന്റെ മെമ്പറും മറ്റേയാൾ സൗത്ത് കൊറിയയിലെ ബിഗ്ഗസ്റ്റ് ഗേൾ ഗ്രൂപ്പിന്റെ മെമ്പറുമാണ്. BTS ആൻഡ് ബ്ലാക്ക് പിങ്ക് വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സെൻസേഷണൽ മ്യൂസിക് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതിലെ മെമ്പേഴ്സ്, BTSലെയും ബ്ലാക്ക് പിങ്കിലെയും മെമ്പേഴ്സ് പരസ്പരം ഡേറ്റ് ചെയ്യുന്നുണ്ട് ഉള്ളൊരു റൂമർ വന്നാൽ തന്നെ അത് തന്നെ വലിയ ന്യൂസ് ആണ്. അപ്പൊ 2021 ഡിസംബറിൽ തേയോങ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിന്ന് ജെനീനെ ഫോളോ ചെയ്യുകയും അപ്പൊ തന്നെ അൺഫോളോ ചെയ്യുകയും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിനെ തുടർന്ന് കിം തയോങ് വിവേഴ്സിൽ ഈ ഒരു കാര്യം ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും വിധം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമിലെ സ്കേരി ഫീച്ചർ ആയിട്ടുള്ള റെക്കമെൻഡഡ് ഫ്രണ്ട്സ് ആ ഒരു സംഭവം എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള തരത്തില് ഈ ഒരു കാര്യം പിന്നെ ഫാൻസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്ന തരത്തിൽ വൈഡ്ലി സ്പ്രെഡ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഈ ഒരു കാര്യം കാരണമാണ് ജെനി ആൻഡ് വിന്റെ കുപ്രസിദ്ധ ഡേറ്റിംഗ് റൂമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് 2022 ജെനി ആൻഡ് വിനെ വല്ലാതെ റിസംബിൾ ചെയ്യുന്ന രണ്ടാൾക്കാർ കാറിൽ ജെജുലാൻഡിക്ക് ഒരു വെക്കേഷൻ ട്രിപ്പ് പോണ പോലത്തെ ഒരു ഫോട്ടോ ഇന്റർനെറ്റിൽ സർക്കുലേറ്റ് ആയിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റൂമർ പൊങ്ങുന്നത് 2022 ഒരു പകുതിയൊക്കെ ആയപ്പോൾ ഒരു അനോണിമസ് പേഴ്സൺ ജെനി ആൻഡ് വി എടുത്ത പ്രൈവറ്റ് പിക്ചേഴ്സ് ആണെന്നും പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് വിയുടെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഹൈബും ജെനി അപ്പം നിന്നിരുന്ന എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വൈജിയും ഈ ഒരു റൂമേഴ്സിനെ നിഷേധിക്കുന്ന തരത്തിലാണ് സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും 2023 ഈ ഒരു റൂമറിൽ എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ പാരീസിൽ വിയും ജെനിയും കൈ കോർത്തു പിടിച്ച് നടക്കുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ പർപ്പസ്ഫുള്ളി ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് അതിനെപ്പറ്റി വിയോ ജെനിയോ പേഴ്സണലി ഒരു കാര്യം റെസ്പോണ്ട് ചെയ്തില്ല. പകരം അവരെ ഏജൻസികൾ റെസ്പോണ്ട് ചെയ്തത് അത് ആർട്ടിസ്റ്റിന്റെ പേഴ്സണൽ ലൈഫാണ്, അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല എന്നുള്ള ആ ഒരു തരത്തിലാണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലി ഉള്ള പേജുകളിലൊന്നും ഇടാത്തോണ്ട് തന്നെ അന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫേക്ക് ആണ് എന്നുള്ള കാര്യം, ശരിയാണെന്നുള്ള കാര്യം കുറെ ഫാൻസ് സ്പ്രെഡ് ചെയ്തിരുന്നു. ഇനി ഇവർ ഈ ഒരു വോക്ക് ചെയ്യുന്ന വീഡിയോ, അതേപോലെ തന്നെ ഒരു ജനലിന്റെ അവിടെ നിന്ന് കിസ് ചെയ്യുന്ന പോലത്തെ ഒരു ബ്ലറി വീഡിയോ ഒക്കെ പർപ്പസ്ഫുള്ളി രണ്ടാൾക്കാര് ചെയ്തതാണ് എന്ന തരത്തിലും വന്ന് കുറെ സ്പെക്കുലേഷൻസ് വന്നിരുന്നു. ഇനി ഈ ഒരു റൂമറിന്റെ റീ എൻട്രികൾ മിലിറ്ററി സർവീസിന് പോയ 2 വർഷത്തോളം വല്ലാതെ ഒന്നും വന്നിരുന്നില്ല. എന്നാൽ ഒരു കനൽ അവിടെ അങ്ങനെ അണയാതെ എരിഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഇനി ഈ ഒരു കനൽ വീണ്ടും കത്താൻ തുടങ്ങിയത് BTS 2026 തങ്ങളുടെ മിലിറ്ററി സർവീസും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വന്നിട്ട് അവരൊരു ബാൻഡായി ഒരുമിച്ച് പുതിയ ആൽബമായിട്ടുള്ള അരിരാൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇതിന്റെ ഒരു വേൾഡ് ടൂറിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ്. അപ്പൊ ഈ ഒരു വേൾഡ് ടൂറിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് AMAന്റെ അവാർഡ് ലഭിച്ചിരുന്നു. ഈ ഒരു അവാർഡ് ദാനത്തിന് അവരവിടെ പോയപ്പോൾ ആ സമയത്ത് സമ്മർ ഓഫ് ദി സോങ് ആ ഒരു ലിസ്റ്റിൽ ജെനീന്റെ സോങ് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജിമിൻ ബീനോട് എന്തോ പറയുകയും അതിന് ബി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇന്റർനെറ്റിൽ വല്ലാതെ അങ്ങോട്ട് സർക്കുലേറ്റ് ആയി. അങ്ങനെയാണ് ഈ ഒരു റൂമർ വീണ്ടും കുത്തിപ്പൊന്താൻ തുടങ്ങിയത്. കുത്തിപ്പൊന്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും അണഞ്ഞിട്ടില്ല, എന്നാൽ കൂടെ കുറച്ചും കൂടെ ഒരു സ്പാർക്കും കാര്യങ്ങളൊക്കെ വീണ്ടും അടിക്കുന്നത് ഈ ഒരു റൂമറിന് ശേഷമാണ്. ഇനി ഇതിന് ശേഷം വേറൊരു കാര്യം നടന്നു. ഇപ്പം അടുത്ത് വി തൻ്റെ ഒരു 1 ഡേ വ്ളോഗായിട്ടുള്ള 1/2 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു ലക്കി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ് ബങ്താൻ TVയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇനി ഒരു വ്ളോഗ് പുറത്ത് വന്നതിന് ശേഷം അതിലെ വീഡിയോയിൽ ഒരു പാർട്ട് ഉണ്ട്. വി കാർ ഓടിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് വഴി ചെറുതായിട്ട് തെറ്റിയിട്ട് ജെനീന്റെ സ്വന്തം ഏജൻസി ആയിട്ടുള്ള ഓഡ് അറ്റ്ലിയർ സ്ഥിതി ചെയ്യുന്ന ആ ഒരു റോഡിന്റെ ഭാഗത്ത് കൂടെ വഴി തെറ്റി പോണ തരത്തിലായിരുന്നു ആ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ വീണ്ടും ഈ ഒരു സ്പെക്കുലേഷൻസ് പൊന്തി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി പോണ വഴികളിലൂടെയാണ് നമ്മൾ അറിയാതെ പോവുക. അങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പെക്കുലേഷൻ വീണ്ടും വന്നത്. എന്തായാലും ഈ ഒരു ഡേറ്റിംഗ് റൂമറിനെ കുറിച്ച് വിയോ ജെനിയോ ഇത് പുറത്ത് വന്ന അന്ന് മുതൽ ഒന്നും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും കൺഫേം ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു കൺഫേം ഏത് ഭാഗത്താണെന്ന് കൺഫേം ചെയ്യാത്തിടത്തോളം കാലം ഇങ്ങനെ ഈ ഒരു ഡേറ്റിംഗ് റൂമർ വീണ്ടും ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ ഞാൻ ഈ ഒരു റൂമറിനെ കുറിച്ച് വല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇതിന്റെ ഒരു ഹിസ്റ്ററി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റൂമറിനെ കുറിച്ച് ഏത് വശത്താ? അവർ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണോ, ഡേറ്റ് ചെയ്യുന്നില്ല എന്നാണോ, ഡേറ്റ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണോ, ഡേറ്റ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നാണോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇട്ടോളൂ കേട്ടോ.